രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽ സമുദായങ്ങളായി തിരിച്ച് ആൾക്കാരുണ്ടോ? സാധാരണ ഹിന്ദു സമുദായത്തിലാണ്, ഹിന്ദു വിശ്വാസികൾക്കിടയിലാണ് നിരവധി സമുദായങ്ങൾ ഉണ്ട്, പല ജാതിയിലും ഒക്കെ പെട്ട പല സമുദായത്തിൽപ്പെട്ടവർ ഉണ്ട് എന്നറിയുന്നത്. പക്ഷേ ഇസ്ലാം മതത്തിൽ ആകെ ഇസ്ലാം മതം ഒന്നേ ഉള്ളൂ, അത് ഇസ്ലാം മത വിശ്വാസികൾ മാത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു സർവേയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ 584 സമുദായങ്ങൾ ഉണ്ട് എന്നാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത്. ആ സർവേ വിവരങ്ങളെല്ലാം ഇപ്പോൾ ഒരു ലേഖനത്തിലൂടെ, ഒരു പ്രധാനപ്പെട്ട വ്യക്തി ലേഖനത്തിലൂടെ അത് എഴുതിയ ലേഖനത്തിൽ അത് വന്നിട്ടുണ്ട്. ആ വിവരം ആ ലേഖനത്തിലടങ്ങിയ ആ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസം പൊതുവിൽ അങ്ങനെയല്ല. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ 584 മുസ്ലിം സമുദായങ്ങളുണ്ട്, 339 ക്രിസ്ത്യൻ സമുദായങ്ങളുമുണ്ട് എന്നാണ്. ക്രിസ്തു മതം ഒറ്റ മതമാണെന്ന്, അതിൽ പിന്നെ സഭകളായിട്ട് അത് തിരിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെയുണ്ട്, അവർ പല പല സമുദായങ്ങൾ അല്ല സഭകളായിട്ട് തിരിഞ്ഞു മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കറിയാം. പക്ഷേ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു സമുദായ തിരിവോ ഒന്നുമില്ല, അവർ ഒന്നയാണ് എന്ന തരത്തിലാണ് നമ്മൾ വിശ്വസിച്ചത്. അങ്ങനെയല്ല. 584 സമുദായങ്ങൾ വേർതിരിവുകൾ ഇസ്ലാം മതത്തിലുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ 339 സമുദായങ്ങളാണുള്ളതെന്നാണ് ഒരു സർവേ ഫലം ഉണ്ടായിട്ടുള്ളത്. ആ സർവേ ഫലം എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ചിന്തകനും ഗവേഷകനുമായ KK വാമനൻ ഇപ്പോൾ ഒരു ഓണപ്പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ ആണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ആ ലേഖനത്തിൽ ഇന്ത്യയിൽ RSS എന്ന് പറയുന്ന സംഘടന ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയധികം വിജയിക്കാൻ കാരണം എന്താണ്, ആ വിജയിക്കുന്നതിൻ്റെ ഫലം എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയത്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിലെ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് ആ ലേഖനത്തിലൂടെയാണ്. ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിലാണ് മുസ്ലിം സമുദായത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ജനസമൂഹത്തെ സമുദായങ്ങൾ ആയി തരംതിരിച്ച് 1985-92 കാലഘട്ടത്തിൽ പീപ്പിൾസ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റ് എന്ന പേരിലായിരുന്നു സർവേ നടത്തിയത്. ഇപ്പോഴൊന്നുമല്ല, വളരെ മുമ്പ് തന്നെ. ഇതൊന്നും നമ്മളാരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇതുപോലെ ലേഖനങ്ങൾ വരുമ്പോൾ മാത്രമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരുമ, വിവാഹം, തൊഴിൽ, ജീവിത വീക്ഷണം എന്നീ പ്രധാന മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമുദായങ്ങളെ തരംതിരിച്ചത്. സർവേ പ്രകാരം 4635 സമുദായങ്ങളിൽപ്പെട്ടവരാണ് എല്ലാ ഭാരതീയരും എന്നുള്ളതാണ് കാണുന്നത്. വൈദേശിക മതങ്ങളെ പിന്തുടരുന്ന സമുദായങ്ങളിലുള്ളവർ സർവേ അനുസരിച്ച് ആകെ 584 മുസ്ലിം സമുദായങ്ങളും 339 ക്രിസ്ത്യൻ സമുദായങ്ങളുമാണ് ഉള്ളത്. ഇവയിൽ 31 മുസ്ലിം സമുദായങ്ങൾ ചാതുർവർണ്ണ വ്യവസ്ഥയിൽപ്പെട്ടവരാണെന്നും അവരിൽ 12 സമുദായങ്ങൾ തങ്ങൾ ബ്രാഹ്മണരാണെന്ന് കരുതി അഭിമാനിക്കുന്നുവെന്നും 76 ക്രിസ്ത്യൻ സമുദായങ്ങളും വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെട്ടവരാണെന്നുമുള്ള ഒരു അഭിമാനിക്കുന്നതായി ഈ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ ഭാരതീയനും ഈ വൈവിധ്യങ്ങൾ, അവരുടെ ഉള്ളിലെ വൈവിധ്യങ്ങൾ, ബാഹ്യമായിട്ട് ചില വൈവിധ്യങ്ങൾ നിലനിൽക്കെ തന്നെ പരസ്പര ബന്ധമില്ലാത്ത ശകലങ്ങളായി വേർപെട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരൊരിക്കലും പരസ്പരം വേർപെട്ട് കഴിയുന്നില്ല. ഒരുമിച്ചാണ് ഈ ഭാരതത്തിലെ എല്ലാ സമുദായങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സർവേ പറയുന്നത്. മറിച്ച് ഓരോ ഭാരതീയ സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾ ഒരു മധുമഷികാഗൃഹം, അതായത് തേനീച്ചക്കൂട്, അവരുടെ ഒരു വാക്കാണ്, ലേഖനത്തിലെ വാക്കാണ് മധുമഷികാഗൃഹം, അത് തേനീച്ചക്കൂട് പോലെയാണ് ഒരുമിച്ചാണ് കഴിയുന്നതെന്നും പരസ്പരം ഊഷ്മളമായ ബന്ധം പുലർത്തുന്നതുകൊണ്ടും ഒരേ ഇടവും ഭൗതിക സാഹചര്യവും പങ്കിടുന്നവർ, ഒരേ പാരമ്പര്യം, ഒരേ സംസ്കാരം പിന്തുടർന്നവർ എന്ന നിലയ്ക്ക് നാം ഒന്ന് എന്ന ബോധം ഇന്ന് ഉള്ളിൽ കത്തി സൂക്ഷിക്കുന്നു എന്നുമായിരുന്നു സർവേയുടെ അതിശയകരമായ കണ്ടെത്തൽ എന്നാണ് KK വാമനൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അന്നത്തെ സർവേയിൽ നിന്നും ഇസ്ലാം മതത്തിൽ പോലും നിരവധി 500-ലധികം വേർതിരിവുകൾ സമുദായങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിലും എല്ലാവരും ഇന്ത്യക്കകത്ത് തേനീച്ചക്കൂട്ടിൽ തേനീച്ചകൾ പോലെ ഒരുമിച്ചാണ് കഴിയുന്നതെന്നും ആ സർവേ കണ്ടെത്തിയിട്ടുണ്ട്.